കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ പോലീസ് കസ്റ്റഡിയിൽ. നടപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചതിന് കേസെടുത്തതിന് പിന്നാലെ സന്തോഷത്തോടെ അറസ്റ്റ് വരിക്കുന്നുവെന്നും നിയമ നടപടി തുടരുമെന്നും എൻ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യന്റെ അറസ്റ്റിൽ പോലീസ് കാണിച്ചത് കാട്ടുനീതി എന്ന് KC വേണുഗോപാൽ. കേരളത്തിൽ ഇപ്പോൾ പിണറായിക്ക് മാത്രമേ പരിരക്ഷയുള്ളൂ എന്നും വിമർശനം. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. സുബ്രഹ്മണ്യന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ കേരള പോലീസ് കാണിച്ചിരിക്കുന്നത് കാട്ടുനീതിയാണ് എന്നുള്ളൊരു സംശയമില്ല, ഇരട്ടത്താപ്പാണെന്നൊരു സംശയമില്ല. സംസ്ഥാനത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. പലയിടങ്ങളിലും നിർണായകമാവുക വിമതന്മാർ. ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30. തൃശൂർ മേയർ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിന് സസ്പെൻഷൻ. നടപടി മേയർ സ്ഥാനത്തിനായി നിജി ജസ്റ്റിൻ പണം നൽകിയെന്ന ആരോപണത്തിൽ DCC പ്രസിഡന്റിന്റെ നടപടി പക്വതയില്ലായ്മയെന്ന് ലാലി ജെയിംസ്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടുവെന്ന് ആവർത്തിച്ച് ലാലി. ഇന്ന് ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ രാത്രി എനിക്കൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ, ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത്, മാധ്യമങ്ങളോട് അറിയേണ്ടി വന്നത്? DCC പ്രസിഡന്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിലയിരുത്താൻ CPIM നേതൃയോഗങ്ങൾ ഇന്നു മുതൽ തിരുവനന്തപുരത്ത്. നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റി ചേരും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നഷ്ടമായതിന്റെ കാരണം ചർച്ച ചെയ്യണമെന്ന ആവശ്യം. സ്വർണ്ണപ്പാളി വിവാദവും ഭരണവിരുദ്ധ വികാരവും പരാജയ കാരണമല്ലെന്ന് CPIM പ്രാഥമിക വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ D മണിയുടെ പങ്ക് തെളിയിക്കാൻ SIT. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ ഡിണ്ടിഗലിലെ വ്യാപാര വ്യവസായി. മണിയെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങിയ SIT. ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും. ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ. സന്നിധാനത്ത് ഭക്തർക്ക് നിയന്ത്രണം. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് ശേഷം ഇന്ന് നടയടയ്ക്കും. മകരവിളക്കിനായി 30 വീണ്ടും നട തുറക്കും. ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം വനിതാ T20യിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. ശ്രീലങ്കയുടെ 112 റൺ മറികടന്നത്. 14 ഓവറിന് 4 ബോൾ ശേഷിക്കെ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ. ഷെഫാലി വർമ്മ 79 റൺസ് നോട്ട് ഔട്ട്. തുടർച്ചയായ മൂന്നാം ജയത്തോടെ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ.